ഇന്നലെ ചിന്നക്കനാലിൽ ആനയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരണപ്പെടുകയുണ്ടായി. അവർക്ക് 2 കുഞ്ഞുങ്ങളാണ്. നമുക്ക് കിട്ടിയ വിവരം വെച്ച് ഭർത്താവ് ഉപേക്ഷിച്ച് പോയിരിക്കുക. 2 കുഞ്ഞുങ്ങളും പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ സർക്കാർ കൊടുക്കുന്ന കോമ്പൻസേഷൻ പോലും അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കാത്ത ഒരു സാഹചര്യമുണ്ട്. വളരെ സങ്കീർണമായൊരു വിഷയമാണ്. ഇപ്പോൾ ആദ്യം 5 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അത് 2 കുഞ്ഞുങ്ങളുടെ പേരിൽ 2.5 ലക്ഷം രൂപ വെച്ച് അത് FD ഇടുന്ന ഒരു സാഹചര്യം, ഒരു അക്കൗണ്ട് പ്രത്യേകം സൃഷ്ടിച്ചുകൊണ്ട് ഇതുണ്ട്. പക്ഷെ അതിൽ പോലും അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു, ആ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കും. ഈ 2 കുഞ്ഞുങ്ങൾക്കും 18 വയസ്സാകുന്നിടം വരെയുള്ള അവരുടെ വിദ്യാഭ്യാസം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കും. അവർക്ക് ആവശ്യമുള്ള ഭക്ഷ്യം, റേഷനിങ്, അത് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നതായിരിക്കും. അവർക്ക്, ആ കുടുംബത്തിന് എല്ലാ മാസവും 5000 രൂപ ആ കുട്ടികളുടെ മറ്റ് ചെലവിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ട്, പൊതുസമൂഹമായിട്ട് സമാഹരിച്ചുകൊണ്ട് കിട്ടുന്ന തുക, ഒരു അക്കൗണ്ട്, പ്രധാനമന്ത്രിയുടെ അങ്ങനെ എന്തോ ഒരു അക്കൗണ്ട് ഉണ്ട്, PM സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞ അക്കൗണ്ട്, ഈ ഇത് അവരുടെ കുട്ടികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതാണ്. ഇത് കൂടാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു മെന്റർ, ആ കുട്ടിക്ക് ഇനിയിപ്പോ അമ്മയില്ല, അച്ഛൻ ഉപേക്ഷിച്ചു പോയി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ ഒരു മെന്ററായി വെക്കും. ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തീരുമാനമാണ്. ഇതൊന്നും പരിഹാരമല്ലെങ്കിലും ഒരു പുതിയ കാൽവയ്പ് എന്നുള്ള നിലയിൽ. അതുപോലെ വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവരുമായിട്ട് ചർച്ച ചെയ്ത് മറ്റെന്തെങ്കിലും ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒക്കുന്നോ എന്നുള്ളത് ചർച്ച ചെയ്യുന്നതായിരിക്കും. എന്താണേലും ഒരു പുതിയ മോഡൽ നമ്മൾ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്, സംരക്ഷണത്തിന്റെ ഒരു മോഡൽ.